ഡൊണാൾഡ് ട്രംപിന്റെ തീവ്രവും വിവാദപരവുമായ രാഷ്ട്രീയ സ്വാധീനം അമേരിക്കയിൽ അവസാനിക്കുന്ന ദിനം എപ്പോഴാണെന്ന ചോദ്യം ലോകമെമ്പാടുമുള്ള രാഷ്ട്രീയ നിരീക്ഷകർ ഉറ്റുനോക്കുകയാണ്. 2028 നവംബർ 7 നടക്കാനിരിക്കുന്ന അടുത്ത പ്രസിഡന്റ് തിരഞ്ഞെടുപ്പ് ഒരുപക്ഷെ ട്രംപിന്റെ രാഷ്ട്രീയ സ്വാധീനം ഫലത്തിൽ അവസാനിക്കുന്ന തീയതിയായിരിക്കാം. 79 വയസ്സുകാരനായ ട്രംപ് ഭരണഘടനാപരമായ പരിമിതികളെ ധിക്കരിച്ച് മൂന്നാം തവണയും മത്സരിക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ അദ്ദേഹത്തിന് പിന്തുടർച്ചാവകാശികൾക്കായുള്ള പോരാട്ടം ഇതിനോടകം തന്നെ ആരംഭിച്ചു കഴിഞ്ഞു. ട്രംപ് തന്നെ എടുത്തു പറഞ്ഞ രണ്ട് പേരുകൾ നിലവിലെ വൈസ് പ്രസിഡന്റ് JD വാൻസ്, സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ. 2022 റിപ്പബ്ലിക്കൻ നോമിനേഷൻ മത്സരം ഒരു കുതിരയോട്ടം ആയിരിക്കുമെന്ന് സൂചന നൽകുന്നു. ഡെമോക്രാറ്റുകൾ കമല ഹാരിസിന്റെ 2024 പരാജയത്തിന് പ്രായശ്ചിത്തം ചെയ്യാൻ ശ്രമിക്കുമ്പോൾ റിപ്പബ്ലിക്കൻ പാളയത്തിൽ ട്രംപിസത്തിന്റെ രണ്ടാം തലമുറ നേതാക്കൾ അധികാരം പിടിച്ചെടുക്കാൻ ഒരുങ്ങുകയാണ്. എന്നാൽ ഈ രണ്ടുപേരും രാഷ്ട്രതന്ത്രജ്ഞത്തിലോ ഭരണപരമായ ഉന്നതമായ ലക്ഷ്യങ്ങളിലോ അറിവില്ലാത്തവരും രാഷ്ട്രീയത്തിലെ ഔദ്യോഗിക ജീവിതം മാത്രം ലക്ഷ്യമാക്കിയുള്ളവരുമാണെന്നാണ് വിമർശനവും നിലനിൽക്കുന്നുണ്ട്. ഇത് അമേരിക്കൻ ജനാധിപത്യത്തിന്റെ ഭാവിയെക്കുറിച്ചുള്ള ആശങ്കകൾ വർദ്ധിപ്പിക്കുന്നു. ട്രംപിന്റെ കിരീടാവകാശിയായി കണക്കാക്കപ്പെടുന്ന 41-കാരനായ JD വാൻസ് ട്രംപിസത്തിന്റെ ഏറ്റവും ആക്രമണപരമായ മുഖമാണ്. നിലവിൽ റിപ്പബ്ലിക്കൻ പ്രൈമറി സംസ്ഥാനങ്ങളിലെ ആദ്യകാല വോട്ടെടുപ്പുകളിൽ വലിയ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം മുന്നിലാണ്. വാൻസിന്റെ രാഷ്ട്രീയ ശൈലിയെയും അദ്ദേഹത്തിന്റെ നിലപാടുകളിലെ വൈരുദ്ധ്യങ്ങളെയും വിമർശകർ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. വാൻസിന്റെ രാഷ്ട്രീയ സമീപനം തികച്ചും ആക്രമണപരവും ബഹളമയവും പരമ്പരാഗത രാഷ്ട്രീയ മര്യാദകളെ ചോദ്യം ചെയ്യുന്നതുമാണ്. ട്രംപിന്റെ അതേ ശൈലി അനുകരിക്കുന്നതിലൂടെ മകാ പ്രസ്ഥാനത്തിന്റെ തീവ്ര അനുയായികളെ തൃപ്തിപ്പെടുത്താൻ അദ്ദേഹം ശ്രമിക്കുന്നു. ഞാൻ അതിനെ എന്ത് വിളിക്കുന്നു എന്നതിനെക്കുറിച്ച് ഒട്ടും ശ്രദ്ധിക്കുന്നില്ല എന്നതുപോലുള്ള പ്രസ്താവനകൾ അദ്ദേഹത്തിന്റെ ആശയവിനിമയത്തിലെ പരുപരുത്ത സമീപനത്തെയാണ് സൂചിപ്പിക്കുന്നത്. സങ്കീർണമായ രാഷ്ട്രീയ പ്രശ്നങ്ങളെ ലളിതവൽക്കരിച്ച് കേവലം മുദ്രാവാക്യങ്ങളായി മാറ്റുന്ന പ്രവണത അദ്ദേഹത്തിനുണ്ട്. ട്രംപിനെ പ്രതിരോധിക്കാനും ഡെമോക്രാറ്റുകളെയും ഇടതുപക്ഷ പ്രവർത്തകരെയും അപകീർത്തിപ്പെടുത്താനും വാൻ സോഷ്യൽ മീഡിയയെ ഒരു ആയുധമായി ഉപയോഗിക്കുന്നു. വംശീയവും സവർണ അനുഗ്രാഹ വിരുദ്ധരുമായ കമന്റുകൾ നടത്തിയ റിപ്പബ്ലിക്കൻ ഓൺലൈൻ ചാറ്റ് ഗ്രൂപ്പുകളെ ന്യായീകരിക്കാൻ ശ്രമിച്ചതും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നിലപാടുകൾ എത്രത്തോളം വിഭാഗീയമാണെന്നും വെളിപ്പെടുത്തുന്നു. വാൻസിന്റെ രാഷ്ട്രീയ യാത്ര നിലപാടുകളിലെ നാടകീയമായ മാറ്റങ്ങൾ കൊണ്ടും ശ്രദ്ധേയമാണ്. അധികാര രാഷ്ട്രീയത്തിന് വേണ്ടി സ്വന്തം തത്വങ്ങളെ സൗകര്യപൂർവ്വം മാറ്റിയെഴുതുന്ന രീതിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് ട്രംപിനെ വിഡ്ഢി എന്ന് വിശേഷിപ്പിക്കുകയും ഒരിക്കലും പിന്തുണയ്ക്കില്ലെന്ന് പറയുകയും ചെയ്ത വ്യക്തിയാണ് വാൻസ്. എന്നാൽ വൈസ് പ്രസിഡന്റ് സ്ഥാനം ഉറപ്പിക്കാനായി അദ്ദേഹം ട്രംപിസത്തിന്റെ ഏറ്റവും തീവ്രമായ വക്താവായി മാറി. ഒഹയോ സെനറ്റർ എന്ന നിലയിൽ വിദേശ യുദ്ധങ്ങളെ എതിർത്ത വാൻസ് വൈസ് പ്രസിഡന്റ് ആയ ശേഷം ഇറാൻ, യമൻ, വെനസ്വേല തുടങ്ങിയ രാജ്യങ്ങൾക്കെതിരെയുള്ള ഏകപക്ഷീയമായ ആക്രമണങ്ങളെ പിന്തുണച്ചു. അമേരിക്ക ഫസ്റ്റ് എന്ന മുദ്രാവാക്യം അന്താരാഷ്ട്ര രംഗത്തെ സഖ്യങ്ങളോടും നയതന്ത്ര സമീപനങ്ങളോടും പുലർത്തുന്ന സ്വാർത്ഥപരമായ സമീപനത്തിന് വഴിയൊരുക്കി. തന്റെ പുസ്തകമായ ഹിൽബിലി എൽഗി ലോകമെമ്പാടും പ്രശസ്തി നേടിയത് വെള്ളക്കാരായ തൊഴിലാളി വർഗം തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ചൈന കുടിയേറ്റക്കാർ, വോക്ക് വരേണ്യവർഗം എന്നിവരെ കുറ്റപ്പെടുത്തിയതിനെ വിമർശിച്ചതിലൂടെയാണ്. എന്നാൽ നിലവിൽ അതേ കുറ്റപ്പെടുത്തലുകൾ സ്ഥിരമായി ആവർത്തിക്കുകയും ഈ വർഗത്തിന്റെ വികാരങ്ങളെ മുതലെടുക്കുകയും ചെയ്യുന്ന രാഷ്ട്രീയ രീതിയാണ് അദ്ദേഹം പിന്തുടരുന്നത്. 54-കാരനായ മാർക്കോ റൂബിയോ ട്രംപിന്റെ മറ്റൊരു പ്രധാന പിൻഗാമിയായി ഉയർത്തിക്കാട്ടപ്പെടുന്നു. JD വാൻസിൽ നിന്നും വ്യത്യസ്തമായി റൂബിയോ താരതമ്യേന ശാന്തനും വിചിത്രമായി നിഷ്ക്രിയനുമാണ്. അടുത്തിടെയുള്ള സ്റ്റേറ്റ് സെക്രട്ടറിമാരിൽ ഏറ്റവും കാര്യക്ഷമത കുറഞ്ഞവരിൽ ഒരാളായി അദ്ദേഹം വിലയിരുത്തപ്പെടുന്നു. സ്വന്തമായി ശക്തമായ നയങ്ങളോ രാഷ്ട്രീയ അജണ്ടയോ ഇല്ലാത്ത റൂബിയോ ട്രംപിന്റെ പ്രോപ്പായും ചിയർ ലീഡറായും റിപ്പയർ മാനായുമാണ് പ്രവർത്തിക്കുന്നത്. ഇസ്രയേൽ, യുക്രൈൻ, ചൈന തുടങ്ങിയ വിഷയങ്ങളിൽ ട്രംപ് എടുക്കുന്ന തിരക്കിട്ട തീരുമാനങ്ങൾക്ക് അർത്ഥം നൽകുക എന്ന അസാധ്യമായ ദൗത്യമാണ് റൂബിയോ നിർവഹിക്കുന്നത്. ട്രംപിന്റെ ആശയക്കുഴപ്പങ്ങൾ നിറഞ്ഞ പ്രസ്താവനകളെ നയതന്ത്രപരമായി വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നതിലൂടെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയപരമായ അനുസരണയാണ് വെളിവാക്കുന്നത്. സ്റ്റേറ്റ് സെക്രട്ടറി എന്ന നിലയിൽ റൂബിയോ പ്രകടിപ്പിക്കുന്ന നിഷ്ക്രിയത്വം തന്റെ ഭരണപരമായ കഴിവുകളെക്കാൾ ട്രംപിനോടുള്ള കൂറിനാണ് അദ്ദേഹം പ്രാധാന്യം നൽകുന്നതെന്നും വ്യക്തമാക്കുന്നു. രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കത്തിൽ പരമ്പരാഗത റിപ്പബ്ലിക്കൻ നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച റൂബിയോ ട്രംപിസത്തിന്റെ സ്വാധീനത്തിൽ പെട്ടതോടെ ആ തത്വങ്ങളെല്ലാം ബലികഴിച്ചു. 2016 പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായിരുന്നപ്പോൾ പരമ്പരാഗത അമേരിക്കൻ സഖ്യങ്ങളെയും മനുഷ്യാവകാശങ്ങളെയും വിദേശ സഹായങ്ങളെയും റൂബിയോ പിന്തുണച്ചിരുന്നു. എന്നാൽ ട്രംപിനൊപ്പം ചേർന്ന ശേഷം അദ്ദേഹം ഈ തത്വങ്ങളിൽ നിന്ന് വലിയ തോതിൽ വ്യതിചലിച്ചു. യുക്രൈന് നേരിട്ടുള്ള അമേരിക്കൻ പിന്തുണ കുറയ്ക്കുന്ന നയങ്ങളെ പിന്തുണച്ചു. മനുഷ്യാവകാശങ്ങൾക്കും ജനാധിപത്യ പ്രോത്സാഹനത്തിന് മുൻഗണന നൽകാതിരിക്കുകയും ചെയ്തു. ട്രംപിന്റെ നയങ്ങളെ അന്ധമായി പിന്തുണയ്ക്കുന്നതിലൂടെ സ്വന്തം രാഷ്ട്രീയ തത്വങ്ങളെ അദ്ദേഹം അധികാരത്തിന് വേണ്ടി അടിയറവ് വെച്ചു. വാൻസും റൂബിയോയും തങ്ങളുടെ പ്രവർത്തനങ്ങളിലൂടെ രണ്ടാം തലമുറയിലെ മകാ മിനിമിയായി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ ഒരുങ്ങുകയാണെന്നും വ്യക്തമാണ്. ഇത് അമേരിക്കൻ ജനാധിപത്യത്തിൽ പുതിയ ആശങ്കകൾ സൃഷ്ടിക്കുന്നു.
രാഷ്ട്രീയ നിരീക്ഷകരുടെ പ്രധാന വിലയിരുത്തൽ ഈ രണ്ട് വ്യക്തികൾക്കും രാഷ്ട്രതന്ത്രജ്ഞത്തെക്കുറിച്ചോ രാജ്യത്തിനു വേണ്ടി ഉയർന്ന ലക്ഷ്യങ്ങൾ സ്ഥാപിക്കുന്നതിനെക്കുറിച്ചോ അറിവില്ല എന്നതാണ്. നിയന്ത്രണമില്ലാത്ത അധികാര മോഹത്തിൽ ഒന്നിച്ചു നിൽക്കുന്നവരാണ് ഇരുവരും. ട്രംപിസത്തിന്റെ ഏറ്റവും അപകടകരമായ വശം വ്യക്തിഗത നേട്ടങ്ങൾക്കും അധികാരത്തിനു വേണ്ടി തത്വങ്ങളെയും നയങ്ങളെയും വളച്ചൊടിക്കുക എന്നതാണ്. ഈ രണ്ടുപേരും അതേ പാത പിന്തുടരുന്നു. ട്രംപിന്റെ നിഴലിൽ വളർന്ന ഈ അനുയായികൾക്ക് സങ്കീർണമായ ലോകക്രമത്തിൽ ഒരു രാജ്യം ഭരിക്കാൻ വേണ്ട നേതൃത്വ പാഠവമോ ദീർഘവീക്ഷണമോ ഇല്ലെന്ന വിമർശനവും ശക്തമാണ്. ട്രംപിന്റെ തീവ്രവും വിഭാഗീയവുമായ നയങ്ങൾ അദ്ദേഹത്തിന്റെ അഭാവത്തിലും തുടരുക എന്നതാണ് വാൻസിന്റെയും റൂബിയോയുടെയും ലക്ഷ്യം. 2016 ട്രംപിന്റെ സ്ഥാനാർത്ഥിത്വത്തെക്കുറിച്ച് ഉയർന്ന അതേ ചോദ്യം ഇന്ന് വാൻസിന്റെയും റൂബിയോയും നോക്കി അമേരിക്കൻ സമൂഹം വീണ്ടും ചോദിക്കുകയാണ്. ഇതിലും മികച്ച ഒരാളെ അമേരിക്കയ്ക്ക് കണ്ടെത്താൻ കഴിയില്ലേ? റിപ്പബ്ലിക്കൻ പാർട്ടിക്കുള്ളിൽ ആശയപരവും നയപരവുമായ ചർച്ചകൾക്ക് പകരം വ്യക്തിഗത കൂറിനും ആക്രമണപരമായ പ്രസ്താവനകൾക്ക് മുൻഗണന നൽകുന്ന ഒരു രാഷ്ട്രീയ കാലാവസ്ഥയാണ് നിലവിലുള്ളത്.